നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താരിഫ് യുദ്ധത്തിൻ്റെ കാലങ്ങളാണ് കടന്നു വരുന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് താരിഫ് നയങ്ങൾ പ്രഖ്യാപിച്ചു. റെസിപ്രോക്കൽ താരിഫാണ്, അതായത് മറ്റുള്ളവർ ഏർപ്പെടുത്തുന്നതിന് തുല്യമായ താരിഫ് ഞങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതുപോലെയൊന്നും അല്ല സംഭവിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നിന്നൊക്കെ മാറി പല രാജ്യങ്ങൾക്കും കുറവും പലതിനും കൂടുതലും ഒക്കെ ആയിട്ട് അങ്ങനെ ട്രംപിൻ്റെ താരിഫ് പുറത്തു വന്നിരിക്കുകയാണ്. താരിഫിൻ്റെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ലോക മാർക്കറ്റുകളിലെല്ലാം തന്നെ, ഷെയർ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റുകൾ. അമേരിക്കൻ മാർക്കറ്റ് നാസ്ഡാക്കൊക്കെ ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് തന്നെ മാറി എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും തന്നെ 2%, 3% ഒക്കെ താണുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവയിൽ ഈ താരിഫ് എന്ത് സ്വാധീനം ചെലുത്തുന്നതെന്ന്. യഥാർത്ഥത്തിൽ താരിഫ് നയങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുമെന്ന് ഒരുപാട് അനലിസ്റ്റുകൾ കണക്ക് കൂട്ടുന്നു. അവരെല്ലാവരും പറയുന്നു ഈ താരിഫ് യുദ്ധത്തെ കാലത്ത് അമേരിക്ക ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന ഏറ്റവും ദോഷകരമായ നടപടിയായിരിക്കും ഈ താരിഫ് യുദ്ധമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇനി ഇതിനിടയിൽ എന്തൊക്കെ നെഗോസിയേഷൻസ് വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്ത്യയുമായി ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന 26% എന്ന് പറയുന്നത് അത്ര വലിയ താരിഫാണെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, ആരും കണക്കുകൂട്ടുന്നില്ല. അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ 36%-നും വിയറ്റ്നാമിനെതിരെയുള്ളതുപോലെയോ അങ്ങനെയുള്ള താരിഫുകളിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ അതിനേക്കാൾ താഴെ നിൽക്കുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വിദഗ്ധരെല്ലാവരും പറയുന്നത് ഇന്ത്യക്ക് ഒരല്പം അഡ്വാൻറ്റേജ് ഈ താരിഫ് യുദ്ധത്തിൽ കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് 26% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അതേ സാധനം തന്നെ ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് 36%, വിയറ്റ്നാമിൽ നിന്ന് 34% ഒക്കെയാണ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അതേ കമ്പനികൾക്ക് അതേ സാധനം ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് കുറഞ്ഞ താരിഫാണ് ഉണ്ടാവുക. അത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിന് ഒരല്പം അഡ്വാൻറ്റേജ് ലഭിക്കും എന്ന് തന്നെയാണ് പലരും കണക്ക് കൂട്ടുന്നത്. ആ രീതിയിൽ താരിഫിനെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇന്ത്യക്ക് അടുത്ത കാലഘട്ടത്തിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ, എക്കണോമിയിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുന്നു എന്ന് വേണം നമ്മൾക്ക് വിചാരിക്കാൻ. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒരു കുതിപ്പിന് തയ്യാറായി നിൽക്കുമ്പോൾ അതിനുള്ള ഒരു ഉത്തേജനമായി തന്നെ മാറും ഈ താരിഫ് യുദ്ധം എന്ന് പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഇപ്പോൾ കൂടുതൽ അനലിസ്റ്റുകളുടെ അവലോകനങ്ങൾ ഞാനൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ത്യയുമായുള്ള ഫ്രീ ട്രേഡിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഈ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന പല താരിഫുകളും അതിൻ്റെ ഇന്നത്തെ ലെവലിൽ നിന്ന് താഴോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പലരും. കാരണം അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് അവിടുത്തെ കസ്റ്റമേഴ്സ്, അവിടുത്തെ പ്രജകൾക്ക് എന്നും ഇതുപോലെ ഉയർന്ന താരിഫ് കൊടുത്ത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തേണ്ടി വരുമ്പോൾ അവരുടെ സാമ്പത്തിക നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എപ്പോഴും സഹിക്കാൻ അവർ തയ്യാറാകുമെന്ന് പറയാൻ പറ്റില്ല. അത് ട്രംപിന് തിരിച്ചടിയാകും. അതുപോലെ ഒരുപാട് സ്വാധീനം ഇവ ചെലുത്തും. ഈ താരിഫിൻ്റെ നിലപാട് കൊണ്ട് ഒരുപാട് സ്വാധീനങ്ങളുണ്ടാവും. വിലയുടെ കാര്യത്തിലായാലും അതുപോലെ എക്കണോമിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് എന്ത് സംഭവിക്കും? അമേരിക്കയിൽ നിന്ന് നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. താരിഫ് ഉയർത്തിക്കൊണ്ട് അമേരിക്കയെ ഒന്നാമതെത്തിക്കാൻ ട്രംപ് തുനിഞ്ഞിറങ്ങിയിട്ട് അതിന് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ.
അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിന് അത് തിരിച്ചടിയാവുകയും അമേരിക്കൻ മാർക്കറ്റിലെ സാമ്പത്തികമായ തകർച്ചയിലേക്ക് വരികയും ചെയ്താൽ, ഇപ്പോൾ തന്നെ ഒരു മാന്ദ്യത്തെ എല്ലാവരും അവിടെ മണക്കുന്നു. എല്ലാവരും പറയുന്നു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്ക വീഴും എന്ന്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഒരു മേൽക്കൈ നൽകുന്ന ഒരവസ്ഥ വരുമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുമായി ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് അവസാനം അതൊരു പോസിറ്റീവായി മാറുമോ എന്ന് നമ്മൾക്ക് നിരീക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ ഒപ്പം വായിക്കാവുന്ന ചില ന്യൂസുകളാണ് HSBC അവരുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് PMI ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഫെബ്രുവരിയിൽ ഉണ്ടായതിനേക്കാൾ ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ 8 മാസത്തെ ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് 56.6% എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വളർച്ചാ നിരക്കെന്ന് HSBCയുടെ PMI ഡാറ്റ പറയുന്നു. അതും ഒരു പോസിറ്റീവായ കാര്യമാണ്. പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, മാർക്കറ്റിൽ ആവശ്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് ആളുകൾ വരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ താരിഫ് യുദ്ധത്തെക്കുറിച്ചുള്ള ഈ കൊടുങ്കാറ്റുകളെല്ലാം ഒന്ന് കെട്ടടങ്ങുന്ന ഒരു സമയത്ത് തീർച്ചയായും പ്രക്ഷോഭിതമായി നിൽക്കുക, അല്ലെങ്കിൽ നല്ല നിലയിൽ നിൽക്കുന്ന സാമ്പത്തിക രംഗം ഇന്ത്യയുടേതായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ യാതൊരുവിധ പ്രകോപനങ്ങൾക്കും ശ്രമിക്കാതെ നിൽക്കുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫിനെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ അതിനെതിരെ ട്രംപിന് താരിഫ് ഏർപ്പെടുത്താനോ ഇങ്ങനെയൊന്നും അനങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യക്ക് ഇതിലൊരല്പം മേൽക്കൈ ഉണ്ടാകും എന്ന് വിദഗ്ധർ കണക്കുകൂട്ടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ താണുപോയി 395 പോയിന്റ് വരെയൊക്കെ താണിട്ട് അത് ഇപ്പോൾ 22,905 നിൽക്കുന്നു. നിഫ്റ്റി നല്ല രീതിയിലുള്ള ഒരു താഴ്ചയാണ് ഉണ്ടായത്. 23,000-ൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നത് കടന്നുപോയിരിക്കുന്നു. 23,865 കാണിച്ചിട്ട് അത് 22,905 കയറിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അടുത്ത ആഴ്ച നമ്മൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് റിസർവ് ബാങ്കിൻ്റെ അവലോകനം വരുന്നുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഈ താരിഫ് യുദ്ധത്തിൻ്റെ ചാഞ്ചാട്ടത്തിനിടയിൽ ചിലപ്പോൾ മാർക്കറ്റിന് നല്ല പ്രതീക്ഷ നൽകുന്ന ന്യൂസുകൾ പലതും വരുന്നുണ്ട്. അടുത്ത ആഴ്ച റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നു. അത് IT മേഖലയുടെ റിസൾട്ടുകളാണ് ആദ്യം വന്നു തുടങ്ങുന്നത്. അത് പക്ഷേ അത്ര പ്രോത്സാഹജനകമാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് തന്നെ പ്രതീക്ഷിക്കുന്നത് IT മേഖലയിലെ വളർച്ചാ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ TCS ഒക്കെ എത്ര 52 വീക്ക് ഹൈ ലോയിലും താഴെ വന്നിട്ടുണ്ട്. വീണ്ടും 3,300 ലെവലിലാണ് ഇപ്പോൾ TCS കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ വീണ്ടും തീർച്ചയായിട്ടും അതൊരു താഴ്ചയിലേക്കായിരിക്കും പോവുക എന്ന് ഇപ്പോൾ തന്നെ മാർക്കറ്റ് കണക്ക് കൂട്ടുന്നുണ്ട്. ആ രീതിയിലാണ് മാർക്കറ്റിൻ്റെ കിടപ്പ്. IT മേഖല പ്രത്യേകിച്ചും ഒരു ശ്രദ്ധ നേടിയിരിക്കുന്നത് താഴ്ചയിലേക്ക് പോകും എന്നുള്ളതിലാണ്. മാർക്കറ്റിലെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു രംഗമാകും IT മേഖല എന്ന് അവർ ബയേഴ്സ് എല്ലാം കണക്ക് കൂട്ടുന്നു. FIs ഈ മാർച്ച് മാസത്തിൽ സെല്ലിങ് നടത്തിയിരിക്കുന്നത് IT മേഖലയിലാണ്. മാർച്ചിൽ അവർ 36,000 കോടി രൂപയ്ക്കടുത്ത് ഇവിടെ നിക്ഷേപിച്ചപ്പോൾ അതിൽ 17,000 കോടിയോളവും ബാങ്കിങ് മേഖലയിലേക്ക് പോയി. IT മേഖലയിൽ അവർ സെല്ലിങ് നടത്തുകയാണ് ഉണ്ടായത് ഈ നിക്ഷേപത്തിനിടയിലും. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഏത് മേഖലയാണ് അവർ തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെയാണ് വരുന്നത്. IT മേഖലയിൽ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും മാർക്കറ്റ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ഈ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള നിക്ഷേപ സാധ്യതകൾ വരുന്നുണ്ട്. ആ നിക്ഷേപ സാധ്യതകൾ മുതലെടുക്കുക, നല്ല ഷെയറുകളിലേക്ക് നിക്ഷേപങ്ങൾ മാറ്റുക, നിങ്ങളുടെ
മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അതിൻ്റെ NAV ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന സമയമാണ്. ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫണ്ടുകൾ തിരിച്ച് കയറുക തന്നെ ചെയ്യും. അതിപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് താഴുന്നു എന്നേ ഉള്ളൂ. അത് അടുത്ത ഇതിലും തീർച്ചയായിട്ടും ഉയരുക തന്നെ ചെയ്യും. ലോങ് ടേമിലേക്ക് നിങ്ങൾ ഒരു ഷെയറിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ധൈര്യത്തോടെ നിക്ഷേപിക്കാവുന്ന ഒരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ഞാൻ പലപ്പോഴായി പറയുന്നു. ആദ്യമായി ഇത് കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിക്ഷേപം തുടരാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ഏറ്റവും കുറഞ്ഞ NAVയിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാൻ പറ്റും. അത് ഏത് ഫണ്ടുകളാണെങ്കിലും നല്ല നല്ല ഫണ്ടുകൾ, ആ നല്ല നല്ല ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തുക. അവയിൽ ലോങ് ടേമിലേക്ക് ഇപ്പോൾ നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ക്വാർട്ടറിലോ അതിനടുത്ത ക്വാർട്ടറിലോ ആകുമ്പോഴേക്കും പോലും നല്ല ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിക്ഷേപം തുടരുകയാണ് വേണ്ടത്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും നൽകുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായി ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ശക്തി നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.